ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് പുഡിംഗ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഷേപ്പിലുള്ളതും ചെറിയ ഷേപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറിയതാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചവ്വരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. കുറച്ച് പെട്ടെന്ന് വേവണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചവ്വരി ചേർത്തിട്ട് വേവിച്ചെടുക്കണം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിലേക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ മതി. വെന്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ വെള്ള കളറൊക്കെ മാറി നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തിളച്ച പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടുതലാവണ്ട. നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ചവ്വരിയൊക്കെ പാലുമായിട്ട് ചേർന്നപ്പോൾ നല്ല മുത്ത് പോലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പുഡിങ്ങിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു സ്റ്റൗവിൽ ചെയ്യുമ്പോൾ തന്നെ അടുത്ത സ്റ്റൗവിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് അലിയുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ചൂടിൽ തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ ചൂട് തണിയുമ്പോൾ ഇത് പിന്നെയും പഴയ ഷേപ്പിലേക്ക് മാറും. പാലിലേക്ക് മെൽറ്റ് ചെയ്തെടുത്ത ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. പുഡിങ്ങിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് ഇല്ല എങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർത്താൽ മതി. പിന്നെ അവസാനമായിട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ ആണ്. ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ തടവി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഏത് പാത്രത്തിലാണ് വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും പുഡിങ് കിട്ടുക. ഇതിലേക്ക് ഞാൻ ഈ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു ഗ്ലാസ്സിലും സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പുഡിങ് തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തണുപ്പിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ട് വിടുവിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ അല്ലാതെ പാത്രം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഒന്ന് താഴ്ത്തി വെച്ചിട്ട് എടുത്താലും പെട്ടെന്ന് വിട്ടുവരും. കാണുമ്പോൾ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ ടേസ്റ്റുള്ള പുഡിംഗ് ആണ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്